നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ഇന്ന് പാഠഭാഗമായി വായിച്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 1:35 മുതൽ 42 വരെ. ഒരിക്കൽ വായിച്ചതുകൊണ്ട് എല്ലാ വാക്യങ്ങളും ആവർത്തിക്കുന്നില്ല. അതിൻ്റെ 38-ാം വാക്യം. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? വാട്ട് ഡു യു സെർച്ച് ഫോർ? പ്രാർത്ഥിക്കാം. വചനമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് നിരന്തരം ഇടപെടുന്നതിൻ്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ നിൻ്റെ വചനത്തിലേക്ക് ഞങ്ങൾ നോക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമായിരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി, ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ യാക്കി മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനി, ആദരണീയരായ വികാരി ജനറൽ അച്ഛന്മാർ, സഭാ സെക്രട്ടറി എബി മാമനച്ചൻ, സഭയുടെ മറ്റ് ഔദ്യോഗിക ഭാരവാഹികളെ, ഭദ്രാസന ചുമതലക്കാരെ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, സുവിശേഷകരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന കൺവെൻഷൻ്റെ പ്രാരംഭ യോഗത്തിൽ ദൈവവചനവുമായി നിൽക്കുവാൻ, സംസാരിക്കുവാൻ എനിക്ക് ലഭിച്ച ഈ അസുലഭ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. സ്തുതി സ്തോത്ര യാഗങ്ങളെ അർപ്പിക്കുന്നു. ഇപ്രകാരം എന്നെ ഇതിന് ചുമതലപ്പെടുത്തി അവസരം നൽകിയ അഭിവന്യ കൂർലോസ് തിരുമേനിയോടും ഭദ്രാസന സെക്രട്ടറി ഡോക്ടർ സാംസൺ അച്ഛനോടും ട്രഷറർ ശ്രീ ജോജി ചെറിയാൻ അവരുകളോടും കൺവെൻഷൻ കമ്മിറ്റിയോടും ഉള്ളതിൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ഈ വർഷത്തെ കൺവെൻഷന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും ഞാൻ അറിയിക്കട്ടെ. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ ദൈവവചനത്തിൻ്റെ കാലോചിതമായിട്ടുള്ള സംവേദനം വ്യക്തികളുടെ മാനസാന്തരത്തിനും കുടുംബങ്ങളുടെ പുതുക്കത്തിനും ഇടവകളുടെ നവീകരണത്തിനും ദേശത്തിൻ്റെ അനുഗ്രഹത്തിനുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ നന്മകളും ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ അർത്ഥവത്തായിട്ടുള്ള 2 പ്രസംഗങ്ങൾ അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനിയിൽ നിന്നും കൂർലോസ് തിരുമേനിയിൽ നിന്നും കേൾക്കുവാനായിട്ട് ഇടയായി. വീണ്ടും ഒരു പ്രസംഗം ശ്രവിപ്പാനായിട്ട് ഒരുങ്ങുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ വിചാരങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ആമുഖങ്ങൾ ദീർഘിപ്പിക്കാതെ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. എവിടേക്കാണ് യാത്ര? ഒരു ശുഭദിന ചിന്തയുടെ തലക്കെട്ടാണ്. ചെറിയ വാലും വലിയ തലയുമുള്ള ഒരു കടൽ ജീവി ഒരു മത്സ്യത്തോട് ഇപ്രകാരം പറയുകയുണ്ടായി, കാണാതായ എൻ്റെ അമ്മയെ അന്വേഷിച്ചാണ് ഞാൻ യാത്ര തിരിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ എൻ്റെ അമ്മയെ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പക്ഷേ കണ്ടുമുട്ടിയാൽ തന്നെ അമ്മ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നെ ഒന്ന് സഹായിക്കാമോ? അല്പമൊന്ന് ആലോചിച്ചതിന് ശേഷം നിസ്സഹായത അറിയിച്ച് ഈ മത്സ്യം പിൻവാങ്ങി. എഴുത്തുകാരൻ ആ കുറിപ്പ് തുടരുന്നത് ഇപ്രകാരമാണ്: അർത്ഥവത്തല്ലാത്ത അന്വേഷണങ്ങളാണ് ആർക്കും ഉപകാരപ്പെടാത്ത യാത്രകൾക്ക് കാരണം. ചുവടുവെപ്പുകൾ പല കാരണങ്ങൾ കൊണ്ടാകാം. ഒന്നുകിൽ കളഞ്ഞുപോയ എന്തെങ്കിലും കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ നിലവിലുള്ളതിനെ സംരക്ഷിക്കുവാൻ, അതുമല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും കണ്ടുപിടിക്കുവാൻ. കാതലായ യാതൊരു കാര്യവുമില്ലാത്ത യാത്രകൾക്ക് തുടക്കമുണ്ടാകും.
പക്ഷേ വേണ്ട രീതിയിൽ അത് അവസാനിപ്പിക്കുന്നതിനോ ഒടുക്കുന്നതിനോ സാധിക്കുകയില്ല. ലക്ഷ്യബോധമില്ലാത്ത യാത്രകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരു ചൈനീസ് പഴമൊഴി ഇപ്രകാരമുണ്ട്: എ പേഴ്സൺ ക്യാൻ ബി നോൺ ബൈ ദി കമ്പനി ഹി കീപ്സ് ആൻഡ് ദ ഗോൾ ഹി സീക്സ്. ഒരുവൻ്റെ സൗഹൃദങ്ങളും അന്വേഷണങ്ങളുമാണ് ആ വ്യക്തിയെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നത്. എല്ലാ മനുഷ്യരും ഇന്ന് അന്വേഷണത്തിൻ്റെ പാതയിലാണ്. അന്വേഷണമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. ഇന്ന് നമ്മളുടെ അന്വേഷണങ്ങൾ സുഗമമാക്കുന്നതിന് സഹായകരമായിട്ടുള്ള സെർച്ച് എഞ്ചിനുകളുണ്ട്. ഗൂഗിളുണ്ട്, മെറ്റ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. അതുപോലെ തന്നെ പല സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. കുട്ടിക്കും കൗമാരക്കാരനും മധ്യവയസ്കനും വയോധികനും അന്വേഷണത്തിലും അഭിരുചിയിലും വ്യത്യാസമുണ്ട്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അറിവാണ് അന്വേഷിക്കുന്നത്. ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് ലാഭം, കായിക താരം മെഡലുകൾ, കലാകാരൻ ആവിഷ്കാരം, എഴുത്തുകാരൻ അന്വേഷിക്കുന്നത് സർഗാത്മകതയാണ്, ശാസ്ത്രജ്ഞൻ പുത്തൻ കണ്ടെത്തലുകളും, നാവികർ പര്യവേഷണവും അന്വേഷിക്കുന്നു. അന്വേഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ആകത്തുകയാണ് മനുഷ്യ പുരോഗതി. മാനവരാശിയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചത് അന്വേഷണങ്ങളാണ്. പുത്തൻ ഭൂഖണ്ഡങ്ങൾ കണ്ടുപിടിക്കുന്നതിനും ചന്ദ്രനിൽ പോലും കൂടുകെട്ടുന്നതിനും ബഹിരാകാശത്ത് പോലും പയർവിത്ത് മുളപ്പിക്കുന്നതിനും, എന്തിനേറെ സ്പേസ് ഡക്ക് ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടല്ലോ, ഇരട്ട ഉപഗ്രഹങ്ങളുടെ ആലിംഗനം പോലും വിജയകരമാക്കിയതും മനുഷ്യൻ്റെ അന്വേഷണ ചാരുതയാണ്. ആത്മീകതയിലൊരു അന്വേഷണമുണ്ട്. എല്ലാ മതങ്ങളിലും ദൈവത്തെ തേടുന്ന ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി യത്നിക്കുന്ന മനുഷ്യനെ കാണുവാൻ സാധിക്കും. മകരമാസത്തെ മണ്ഡലവ്രതം നോക്കി മല കയറുന്ന ഹൈന്ദവനും റമസാൻ മാസാചരണം നടത്തുന്നതായിട്ടുള്ള മുസൽമാനും വലുതും ചെറുതുമായിട്ടുള്ള നോമ്പ് നോൽക്കുന്ന ക്രൈസ്തവനും ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് പാട്ടിൻ്റെ വരികൾ ഇപ്രകാരമുണ്ടല്ലോ: ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. പ്രിയരെ, മനുഷ്യൻ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടം അന്വേഷണങ്ങളുടെയും പുരോഗതിയുടെയും കാലഘട്ടമാണ്. അതുപോലെ തന്നെ വഴിപിഴച്ച അന്വേഷണങ്ങൾ ചരിത്ര പുരോഗതിക്ക് തടസ്സം നിന്നിട്ടുമുണ്ട്. അതുകൊണ്ടാണ് മുംബൈയിൽ നിന്ന് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഹിരാൽ നഗ്ഡെ ഇപ്രകാരം പറഞ്ഞു: ദ തിങ്സ് യു ആർ പാഷനേറ്റ് അബൌട്ട് ആർ ദ റിയൽ റീസൺ ഫോർ യുവർ എക്സിസ്റ്റൻസ് ഓൺ ദിസ് പ്ലാനറ്റ്. ഈ ലോകത്തെ നിന്റെ നിലനിൽപ്പിനെ നിശ്ചയിക്കുന്നതിൽ നിന്റെ ആഭിമുഖ്യങ്ങൾക്ക്, അഭിരുചികൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. സുവിശേഷത്തിൽ ഇന്ന് ധ്യാനിപ്പാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്: നീ എന്ത് അന്വേഷിക്കുന്നു? യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യ ക്രിസ്തുമൊഴിയാണ്. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യമായി സംസാരിക്കുന്നത് ഈ വാചകത്തിൽ കൂടിയാണ്. സുവിശേഷത്തിലെ തന്നെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ചോദ്യമാണിത്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാൻ എന്ന സുവിശേഷകൻ യേശു ക്രിസ്തു ആരെന്ന് തൻ്റെ വായനക്കാർക്ക്, ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ഈ അധ്യായത്തിൽ. യോഹന്നാൻ സ്നാപകൻ അതുവഴി പോകുന്ന യേശു ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം യേശു ക്രിസ്തുവിനെ ഇപ്രകാരമാണ് പരിചയപ്പെടുത്തുന്നത്: ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകനോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യരിൽ 2 പേർ യേശു ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുകയാണ്. 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ അനുധാവനം ചെയ്ത യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരും യേശു കർത്താവും തമ്മിലുള്ള കൂടിക്കാഴ്ചയും സംഭാഷണങ്ങളുമാണ്. അവർ യേശുവിനെ അന്വേഷിച്ച് യേശുവിൻ്റെ പിന്നാലെ ചെല്ലുകയാണ്. ഇവിടെ മാത്രമല്ല, സുവിശേഷങ്ങളിൽ ഉടനീളം
ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന അനേകരെ കാണുവാൻ സാധിക്കും. തമ്പുരാന്റെ ജനനത്തെക്കുറിച്ച് വിവരിക്കുന്ന അവസരത്തിൽ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ നക്ഷത്രം കണ്ട് യാത്ര ചെയ്യുന്ന അവസരത്തിൽ അവർ ചോദിക്കുന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? കർത്താവിനെ അന്വേഷിച്ചവർ അപ്പത്തിനായിട്ട് അന്വേഷിച്ചവരുണ്ട്, ആശ്വാസത്തിനായി അന്വേഷിച്ചവരുണ്ട്, സൗഖ്യത്തിനായിട്ട് അന്വേഷിച്ചവരുണ്ട്, പ്രസംഗം കേൾക്കുവാൻ അന്വേഷിച്ചവരുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പെരുന്നാളിൽ നമസ്കരിക്കുവാൻ വന്ന യവനന്മാർ ഫിലിപ്പോസിനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് യേശുവിനെ കാണണം, മാസ്റ്റർ വി വിഷ് ടു സീ ജീസസ്. യേശുവിനെ കൊല്ലാനും ഒറ്റുകൊടുക്കുവാനും അന്വേഷിച്ച ആളുകൾ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം വായിക്കുന്ന അവസരത്തിൽ 26-ാം അധ്യായത്തിന്റെ 50-ാം വാക്യം, ഗത്സമനയിൽ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുന്ന ക്രിസ്തുവിനെ പിടിക്കുവാനായി യഹൂദന്മാർ അടുത്തു വരുമ്പോൾ ഒറ്റുകൊടുക്കുവാൻ ആഗ്രഹിച്ചു വരുന്ന യൂദായെ നോക്കി ക്രിസ്തു ചോദിക്കുന്നുണ്ട്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത്? ഉയർപ്പിന് ശേഷവും ഈ ചോദ്യം തുടരുന്നുണ്ട്. മറിയ യേശുവിൻ്റെ കല്ലറയ്ക്കൽ എത്തുമ്പോൾ അതിനകം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ കർത്താവ് മറിയോട് ചോദിക്കുന്നതുകൊണ്ട്, നീ ഉയർത്തെഴുന്നേറ്റവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? പ്രിയരെ, കർത്താവിനെ അന്വേഷിക്കുന്ന അനേകരുണ്ട്. ഇന്ന് ചെങ്ങന്നൂർ മാവേലിക്കര ഫദ്നാസിന്റെ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ ക്രിസ്തു ചോദിക്കുന്ന ഈ ചോദ്യം നമ്മളോട് ഓരോരുത്തരോടുമാണ്. പല കാരണങ്ങളാൽ ഈ പന്തലിൽ എത്തപ്പെട്ടവരുണ്ട്. ഒരുപക്ഷെ ശബ്ദവും വെളിച്ചവും കേൾക്കുവാൻ വന്നവരുണ്ടാകാം, പാട്ട് കേൾക്കുവാൻ വന്നവരുണ്ടാകാം, പരിചയം പുതുക്കുവാൻ വന്നവരുണ്ടാകാം, വചനം കേൾക്കുവാൻ വന്നവരുണ്ടാകാം. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന സംഗതി, ആത്മീകതയിൽ ഒരു അന്വേഷണമുണ്ട്, ഒരു ലക്ഷ്യബോധമുണ്ടാകണം. ആത്മീകതയിൽ എല്ലാ ദൈവാന്വേഷണങ്ങളിലും ഒരു ലക്ഷ്യബോധമുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എന്തിനാണ് കൺവെൻഷൻ? എന്തിനാണ് ആരാധന? എന്തിനാണ് വിശുദ്ധ കുർബാന? വി നീഡ് എ റിന്യൂവ്ഡ് ഫോക്കസ് ഇൻ അവർ സ്പിരിച്വാലിറ്റി. ഇവിടെ അഭിവന്യ തിരുമേനിമാർ പ്രസംഗിച്ച 2 പ്രസംഗങ്ങളിലും ഇത് വളരെ വ്യക്തമായിട്ട് ഊന്നി പറയുകയുണ്ടായി. പ്രിയരെ, എന്തിനാണ് ആത്മീകത? എന്തിനാണ് ആത്മീക അന്വേഷണം? എന്തിനാ പള്ളിയിൽ പോകുന്നത്? നാളുകൾക്ക് മുൻപ് നമ്മുടെ ഒരു സീനിയർ വൈദികൻ കൺവെൻഷനിൽ പ്രസംഗിച്ച അവസരത്തിൽ അച്ഛൻ ഈ ചോദ്യം ചോദിച്ചു, എന്തിനാ പള്ളിയിൽ പോകുന്നത്? അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അച്ഛൻ തന്നെ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്, ഇന്ന് പലരെ സംബന്ധിച്ചും പള്ളിയിൽ പോയില്ലെങ്കിൽ ഞായറാഴ്ച കാലത്തെ ഏതാണ്ടൊരു ഇത്, എന്താണെന്നുള്ളത് പറയാൻ അറിയത്തില്ല, പോയില്ലെങ്കിൽ ഏതാണ്ടൊരു ഇത്. മലയാളിയെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും ഈ ഒരു ഏതാണ്ടൊരു ഇതുണ്ട്. രാവിലെ ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്ന അവസരത്തിൽ പണ്ടൊക്കെ ബ്ലാക്ക് കോഫി എന്ന് പറയും, കട്ടൻ കാപ്പി. ഇന്നിപ്പോൾ അത് ചായയായിട്ട് പരിഷ്കരിച്ചിട്ടുണ്ട്. രാവിലെ കുടിക്കാൻ അത് കിട്ടിയില്ലെങ്കിൽ ഏതാണ്ടൊരിത്, എന്താണെന്നറിയത്തില്ല. ചിലരെ സംബന്ധിച്ച് അതിരാവിലെ വർത്തമാനപത്രം കയ്യിൽ കിട്ടിയില്ലെങ്കിൽ, ചിലർക്ക് മനോരമ തന്നെ കിട്ടിയില്ലെങ്കിൽ ഏതാണ്ടൊരിത്. നമ്മളുടെ ആത്മീകത, പള്ളിയിൽ പോക്ക്, ദൈവാന്വേഷണം, വിശുദ്ധ കുർബാന നമുക്ക് അത്ര ലക്ഷ്യമില്ലാത്ത ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ലക്ഷ്യബോധമില്ലാത്ത, ക്രിസ്തു കേന്ദ്രീകൃതമല്ലാത്ത ആത്മീകത കേവലം ആഘോഷമാണ്. അത് വളരെ അപകടകരമാണ്. ഇവിടെ ശിഷ്യന്മാർക്കൊരു കൃത്യമായ ലക്ഷ്യബോധമുണ്ടായിരുന്നു. യേശു ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഇവിടെ ഇതാ ശിഷ്യന്മാർ പറയുന്നു, ഗുരു, നീ എവിടെ പാർക്കുന്നു? വേർ ഈസ് യുവർ അബോർഡ്? വേർ ആർ യു ലിവിങ്? കേവലം കണ്ടു മടങ്ങുവാനല്ല ഇവരുടെ അനുഗമനം. വി വാണ്ട് ടു ബി വിത്ത് യു, വി വാണ്ട് ടു ലിവ് വിത്ത് യു, വി വാണ്ട് ടു എക്സ്പീരിയൻസ് യു. ദൈവാന്വേഷണത്തിൽ വ്യക്തമായ ഫോക്കസോടുകൂടി ഈ ശിഷ്യന്മാർ പറയുകയാണ്, നീ വസിക്കുന്ന ഇടമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അന്ന് 39-ാം വാക്യത്തിൽ പറയുന്നു, അവർ അവനോടുകൂടെ പാർത്തു. അൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. ഇഴയടുപ്പമുള്ള, വേർപിരിയുവാൻ സാധിക്കാത്ത തുടർമാനമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ആരംഭമാണ് ക്രിസ്തുവുമായിട്ട് ഈ ശിഷ്യന്മാർക്ക് ഉണ്ടാകുന്നത്. യേശുവുമായിട്ടുള്ള ഒരു യോഗാത്മക ബന്ധത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്.
ഈ വേദഭാഗം സൂക്ഷ്മമായി വായിക്കുന്ന അവസരത്തിൽ അവിടെ ക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങളില്ല, പ്രബോധനങ്ങളില്ല, യേശു പഠിപ്പിക്കുന്നില്ല, അത്ഭുത രോഗശാന്തി ശുശ്രൂഷകളൊന്നും നിർവഹിക്കുന്നില്ല. എന്നാൽ ശിഷ്യത്വത്തിൻ്റെ പടവുകളിലേക്ക് പ്രവേശിപ്പാൻ ഈ ശിഷ്യന്മാരെ കൊണ്ട് സാധിക്കുകയാണ്. എന്താണ് ശിഷ്യത്വം? ആരാണ് ശിഷ്യൻ? യേശുവിനെ അന്വേഷിക്കുന്ന, വചന കേൾവിക്ക് ചേർന്ന് വന്നിരിക്കുന്ന നാം എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു സത്യമാണ് ഈ വേദഭാഗം നമ്മളോട് പറയുന്നത്. നമ്മുടെ ഇടങ്ങളിൽ ക്രിസ്തുവിന് പങ്കുണ്ടാകുകയും ക്രിസ്തുവിൻ്റെ ഇടങ്ങളിൽ നമുക്ക് ഓഹരി ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ശിഷ്യത്വത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കുന്നത്. അതിലേക്കുള്ള വളർച്ചയാണ് ശരിയായിട്ടുള്ള ആത്മീകത. അതുകൊണ്ട് ഇപ്രകാരം പറയും, എ സ്പിരിച്വാലിറ്റി വിതൗട്ട് സ്പേസ് ഫോർ ക്രൈസ്റ്റ് ദാറ്റ് ഈസ് മീനിങ്ലെസ്. ആത്മീകത അർത്ഥവത്താകുന്നത് ഗുരുവുമായി, യജമാനനുമായി ശിഷ്യൻ തൻ്റെ ഇടങ്ങളെ പങ്കുവെക്കുന്ന അവസരത്തിലാണ്. ഇവിടെ ശിഷ്യത്വത്തിൻ്റെ പടവുകളിലേക്ക് പ്രവേശിക്കുന്ന ഈ രണ്ടുപേർ ക്രിസ്തുവിൻ്റെ ഇടത്തിൽ പങ്കുകാരാകുകയാണ്. എന്താണ് ക്രിസ്തുവിൻ്റെ ഇടത്തിൻ്റെ പ്രത്യേകത? 4 കാര്യങ്ങൾ വേഗം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. യേശു ഈ ചോദ്യത്തിന് മുൻപിൽ നൽകുന്ന ഉത്തരം, കം ആൻഡ് സീ, വന്ന് കാണുക. നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ചോദ്യം. മറുചോദ്യം കൊണ്ട് ശിഷ്യന്മാർ ഉത്തരം നൽകി, നീ എവിടെ പാർക്കുന്നു? യേശുവിൻ്റെ മറുപടി, വന്ന് കാണുമീൻ, കം ആൻഡ് സീ. വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമാണ് ക്രിസ്തു നൽകുന്നത്. ക്രിസ്തുവിൻ്റെ ഇടത്തിൻ്റെ പ്രത്യേകത ഇത് സ്വകാര്യതയുടെ അല്ല, സുതാര്യതയുടെ, സ്വീകാര്യതയുടെ, തുറവിയുടെ ഇടത്തിലേക്കാണ് ക്രിസ്തു അവരെ ക്ഷണിക്കുന്നത്. സുതാര്യതയുടെ ഇടമാണ് ക്രിസ്തുവിൻ്റെ ഇടം. അന്വേഷിക്കുന്നവനോട് ക്രിസ്തു പറയുന്നു, വന്ന് കാണുമീൻ, മൈ ലൈഫ് ഈസ് ട്രാൻസ്പെറൻറ്റ്. യാതൊന്നും മറച്ചു വെക്കുവാനില്ലാത്ത ട്രാൻസ്പെറൻ്റായ സുതാര്യമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ക്രിസ്തു തന്നെ അന്വേഷിക്കുന്ന, അനുധാവനം ചെയ്യുന്നവരോട് പറയുന്നു, വന്ന് കാണുമീൻ. നമുക്കറിയാം, ഒരാളിനെ നമ്മളുടെ ഇടങ്ങളിലേക്ക് സ്വീകരിക്കണമെങ്കിൽ എത്രമാത്രം ഒരുക്കം നമുക്ക് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഒരുക്കണമെന്ന് മാത്രമല്ല, ചിലതൊക്കെ ഒളിക്കുകയും വേണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ധൈര്യമായി ഒരുവനെ വീട്ടിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിനെ മറയ്ക്കുവാൻ, ഒളിക്കുവാൻ ഒന്നുമില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ക്രിസ്തു. പറയുന്നു, ഇന്ന് നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് പ്രവേശനം, നിങ്ങൾക്ക് വന്നു കാണാം. പ്രിയരെ, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, സുതാര്യത കുറയുന്നു, സ്വകാര്യത വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ നഷ്ടമാകുന്ന ഒരു കാലഘട്ടമാണ്. അനൗപചാരികമായിട്ടുള്ള ഇടപെടൽ പോലും, ഇൻഫോർമൽ ഇൻറ്ററാക്ഷൻ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. മക്കളുടെ മുറിയിൽ അമ്മയ്ക്ക് കയറണമെങ്കിൽ അനുവാദം വേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. കുറേ നാൾ മുമ്പ് മകളുടെ ബാഗ് അനുവാദം കൂടാതെ അമ്മ തുറന്നതിൻ്റെ പേരിൽ കലഹമുണ്ടായ സാഹചര്യം എനിക്കറിയാം. ഭാര്യയുടെ മൊബൈൽ ഫോൺ ഭർത്താവിന് തുറക്കാനുള്ള ധൈര്യമുണ്ടോ? ഭർത്താവിൻ്റെ മൊബൈൽ ഭാര്യയ്ക്ക് തുറക്കുവാൻ അനുവാദം കൂടാതെ സാധിക്കുമോ? യേശുവിൻ്റെ ഇടം സുതാര്യതയുടെ ഇടമായിരുന്നു. ഇന്ന് ഒറ്റപ്പെടലുകളും ഒറ്റപ്പെടുത്തലുകളും, അന്യരായി മറ്റുള്ളവരെ കാണുകയും പെരുമാറുകയും ചെയ്യുന്ന ജീവിത രീതികളും വർദ്ധിക്കുകയാണ്. ഒരാളുമായി ഇടപെടണമെങ്കിൽ, ഒരാളുമായി ഒരു അടുപ്പം സൃഷ്ടിക്കണമെങ്കിൽ പാരാമീറ്റേഴ്സ്, ചില യോഗ്യതാ മാനദണ്ഡങ്ങൾ വെച്ച് പുലർത്തുന്ന കാലമാണ്. നിറവും ജാതിയും ജെൻഡറും മതവും പണവും പദവിയും ഇന്ന് ബന്ധങ്ങൾ നിശ്ചയിക്കുന്നതിന് ഇന്ന് ചില മാനദണ്ഡങ്ങളായിട്ട് മാറുകയാണ്. യേശു പറയുന്നു, വന്ന് കാണുമീൻ. നമ്മളുടെ ഭവനങ്ങൾ, സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, തൊഴിലിടങ്ങൾ, അവരനെ ചേർത്ത് നിർത്തുന്ന, ബിലോങ്ങിങ് അനുഭവിപ്പാൻ സാധിക്കുന്ന, തുറവിയുള്ള, ആർദ്രതയുള്ള ഇടങ്ങളായിട്ട് മാറേണ്ടത് ആവശ്യമാണ്. നമുക്ക് സുപരിചിതമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം.
ഇളയ മകൻ തനിക്കുള്ളതൊക്കെ വാങ്ങി അന്യദേശത്തേക്ക് പോയി എല്ലാം നാനാവിധമാക്കി. ഒരു പ്രത്യേക അവസരത്തിൽ അവന് സുബോധം വന്നു. അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നതായിട്ടുള്ള സാഹചര്യം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? തുറന്ന മനസ്സും തുറക്കപ്പെട്ട വാതിലുകളും ഈ മകനെ, ഇളയ മകനെ സ്വീകരിക്കുകയാണ്. ജ്യേഷ്ഠൻ വല്ലാതെ പിറുപിറുക്കുന്നുണ്ട്, കണക്ക് പറയുന്നുണ്ട്, അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എവിടെയാണ് ബന്ധങ്ങളിലേക്കുള്ള മടങ്ങിവരവ് സാധ്യമാകുന്നത്? തുറക്കപ്പെട്ട വാതിലുകളും തുറക്കപ്പെടുന്ന ഹൃദയങ്ങളും മനസ്സുകളുമുള്ള ഇടങ്ങളിലാണ് ശരിക്കുള്ള മടങ്ങിവരവുകൾ സാധ്യമായി തീരുന്നത്. പ്രിയരെ, ഇവിടെ ഉപയോഗിച്ചതായിട്ടുള്ള ഒരു വാചകം ഞാൻ ഉപയോഗിക്കുകയാണ്. ബന്ധങ്ങൾ ആഴപ്പെടണം. എന്തിനാണ് കൺവെൻഷൻ? തുറവിയുള്ള ജീവിതങ്ങളും ആഴപ്പെടുന്ന ബന്ധങ്ങളും ഉണ്ടാകുന്ന അവസരത്തിലാണ് കൺവെൻഷൻ അനുഗ്രഹകരമായിട്ട് മാറുന്നത്. സഹയാത്രികരെ ചേർത്ത് പിടിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അടുപ്പക്കാരില്ലാത്ത പുതിയ ലോകക്രമത്തിൽ കൃത്രിമ ഇടപെടലുകളാണ് അധികവും. ഉള്ളു തുറന്നിടപെടുന്നതിന് സാധിക്കുന്നില്ല. പൂർണ്ണ മനസ്സോടെ തുറന്നു പറയുവാൻ സാധിക്കുന്നില്ല. നല്ല സൗഹൃദങ്ങളില്ലാതെ പോകുന്ന ലോകം. ജാനുവരി മാസം 15 പുറത്തിറങ്ങിയതായിട്ടുള്ള വർത്തമാന പത്രത്തിൽ ഒരു 3 കോളം ന്യൂസ് രേഖപ്പെടുത്തിയിരുന്നു. ആ 3 കോളം ന്യൂസിൻ്റെ തലക്കെട്ടായി ചേർത്തിരിക്കുന്നത് ശ്രദ്ധ വേണം എല്ലായിടത്തും. നിങ്ങൾ ശ്രദ്ധിക്കണം, ശ്രദ്ധ വേണം എല്ലായിടത്തും. ഇതിൻ്റെ ഇതിവൃത്തം പറയുന്നത്, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സ്കൂളിൽ പെരുമാറിയതായിട്ടുള്ള ഒരു പെൺകുട്ടി, അവളുടെ അധ്യാപകർ അതിൻ്റെ കാര്യങ്ങൾ തിരക്കി അവളോട് സംസാരിച്ച അവസരത്തിൽ അവൾ പറയുന്നു, രണ്ടാനച്ഛൻ ഒരാഴ്ചയിലധികം അവളോട് പെരുമാറുന്ന മോശമായ കൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിനോട് ചേർന്ന് നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്ന ഒരു വാർത്തയുടെ തുടർ വിവരണമുണ്ടായിരുന്നു. 13-ാം വയസ്സിൽ അനുഭവിച്ചതായിട്ടുള്ള പീഡന കഥകൾ ഒരു പെൺകുട്ടി പുറം ലോകത്തോട് ആദ്യമായി പറയുന്നത് 5 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോഴേക്കും 60-നടുത്ത ആളുകൾ ആ ജീവിതത്തെ കശക്കി എറിയുകയാണ്. ഇതിൻ്റെ വിവരണത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് ഇതിന് പോംവഴി? അതേ ന്യൂസിൽ അവസാന ഭാഗത്ത് ചേർത്തിരുന്നു, ചൈൽഡ് വെൽഫെയർ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന ഒരു രാജീവ് സാർ പറഞ്ഞ 3 കാര്യങ്ങൾ, 3 വാചകങ്ങൾ മാത്രം. ഇന്ന് ഉള്ളു തുറന്ന് വേദന പോലും പങ്കിടുവാൻ സാധിക്കാത്ത വിധമുള്ള ഒരു ലോകക്രമത്തിൽ രാജീവ് സാർ പറയുന്നു, പോംവഴി കുടുംബ ബന്ധങ്ങൾ ദൃഢപ്പെടണം, തൊഴിലിടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങൾ പറയുവാൻ പറ്റുന്ന രീതിയിൽ ഊഷ്മളമാകണം. 3 സാർ പറയുന്നു, നല്ല സൗഹൃദങ്ങൾ വളർത്തിയെടുക്കണം. മാതാപിതാക്കളെ, അധ്യാപകരെ, വൈദികരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങളിൽ ചുരുളഴിക്കുവാൻ ഉള്ളടുപ്പമുണ്ടാകണം. ക്രിസ്തു പറയുന്നു, കം ആൻഡ് സീ മൈ ലൈഫ് ഈസ് ട്രാൻസ്പെറൻറ്റ്. തുറവിയുള്ള ഇടങ്ങളിലേക്കാണ് ക്രിസ്തു ക്ഷണിക്കുന്നത്. അമേരിക്കയിൽ കാലിഫോർണിയയിൽ ഗോൾഡൻ ഗേറ്റ് പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത ഒരു യുവാവിൻ്റെ ആത്മഹത്യാക്കുറിപ്പ്, അതിൻ്റെ അവസാന വാചകത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ ഒരു ചർച്ച വരികയുണ്ടായി. അവൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെല്ലാം അവൻ ഈ കുറിപ്പിൽ വിവരിക്കുന്നുണ്ട്. അവസാന ഭാഗം, ജീവിക്കണമോ മരിക്കണമോ? ഏതോ ഒരു നിമിഷത്തിൽ സന്ദേഹപ്പെടുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു ഓപ്ഷൻ, ജീവിക്കാനുള്ള അവസാന ഓപ്ഷൻ മുന്നോട്ട് വെക്കുകയാണ്. അതെഴുതിയാണ് ആ കുറിപ്പ് അവസാനിപ്പിച്ചത്. അവൻ ഇപ്രകാരം എഴുതി, ഇഫ് anyone smiles at me on my way to the bridge, I will not commit suicide. പാലത്തിലേക്കുള്ള എൻ്റെ യാത്ര അവസാന യാത്രയാകാതിരിക്കണമെങ്കിൽ ഒരു ഫൈനൽ ഓപ്ഷൻ അവൻ വെക്കുകയാണ്. ആരെങ്കിലും ഒരാൾ എന്നോടൊന്ന് ചിരിച്ചാൽ ജീവിതത്തിലേക്ക് ഞാൻ തിരികെ വരും. പ്രിയരെ, കുറിപ്പ് മാത്രമേ അവസാനിച്ചുള്ളൂ, ആളിനെ നഷ്ടപ്പെട്ടു.
ആ യാത്രയിൽ അവനോട് ആരും ചിരിച്ചില്ല എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തിനാ കൺവെൻഷൻ? ഒരു ചിരിയിൽ തിരിച്ചു പിടിക്കാവുന്ന ജീവിതങ്ങളുണ്ട് ചുറ്റുപാടുകളിൽ. ഒരു ഗുഡ് മോർണിംഗിൽ, ഒരു സോറിയിൽ, പോട്ടെ സാരമില്ല എന്ന് പറയുവാൻ സാധിക്കുന്ന ചില തുറവികളിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം മറ്റുള്ളവരെ ജീവിപ്പാൻ പ്രേരിപ്പിക്കുന്നതാകും. പ്രിയരെ, പിരിമുറുക്കങ്ങളുടെ മധ്യത്തിൽ തുറവിയുള്ള ജീവിതങ്ങളാണ് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൂടെ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ബാലനുണ്ട്. കയ്യിൽ കുറച്ച് ബ്രെഡുമായി അവൻ യാത്ര തിരിച്ചു. ഒരു നദിയുടെ തീരത്തെത്തിയ അവസരത്തിൽ വയോധികയായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടു. അവരുമായി സംസാരിച്ചിരുന്നു. അവൻ ബ്രെഡ് കഴിച്ചു തുടങ്ങി. 2 എണ്ണം ആ വനിതയ്ക്കും നൽകുകയുണ്ടായി. സന്തോഷത്തോടെ അവരത് കഴിച്ചു. വീണ്ടും 1 എണ്ണം കൂടി നൽകി. വൈകുന്നേരം വരെ, സന്ധ്യ വരെ ഇരുവരും സംസാരിച്ചു. വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ അവസരത്തിൽ അമ്മ ഈ ബാലകനോട് ചോദിച്ചു, ആട്ടെ, എന്താ നിനക്കിത്ര സന്തോഷം? അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചു. കണ്ണ് നിറഞ്ഞിരുന്നതായിട്ടുള്ള വയോധികയെ നോക്കിയിട്ട് അയൽക്കാർ ചോദിച്ചു, ആട്ടെ, എന്താണ് നിങ്ങൾക്കിത്ര സന്തോഷം? അവരും പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചു. പ്രിയരെ, പരസ്പര ബന്ധിതമാണ് എല്ലാ ജീവിതമെങ്കിൽ ഈശ്വര സ്പർശനമുള്ളതാകും ഓരോ ജീവിതവും. പരസ്പര ബന്ധിതമാണ് എല്ലാ ജീവിതവുമെങ്കിൽ ഈശ്വര സ്പർശനമുള്ളതാകും ഓരോ ജീവിതവും. യേശു പറയുന്നു, കം ആൻഡ് സീ. എൻ്റെ ജീവിതം തുറവിയുടേതാണ്, എൻ്റെ ഇടം തുറവിയുടേതാണ്. ഇന്ന് തുറവി നഷ്ടപ്പെടുന്ന ലോകത്ത് നല്ല ബന്ധങ്ങളിലേക്ക്, തുറവിയിലേക്ക് നമ്മെ പരിവർത്തിപ്പിക്കുന്നതാകണം ദൈവവചനവും കൺവെൻഷൻ്റെ ഈ രാത്രി യോഗങ്ങളും. പറയുന്നതിനെ കേൾക്കുവാൻ അനേകർ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിപ്പാനായിട്ട് ഇടയാകേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. 2, ഈ വേദഭാഗം നമ്മുടെ മുമ്പിൽ പറയുന്നു, യേശുവിൻ്റെ ഇടം തിരിച്ചറിവിൻ്റെ ഇടമാണ്. ദിസ് ഈസ് എ സ്പേസ് ഓഫ് ഇൻസൈറ്റ്. തിരിച്ചറിവിൻ്റെ ഇടങ്ങളിലേക്ക് ഈ ശിഷ്യന്മാരെ ഈ ഇടം പരിവർത്തിപ്പിക്കുകയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ക്രിസ്തു ബോധ്യത്തിലേക്ക് ഈ ശിഷ്യന്മാരെ നയിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യം എത്തുമ്പോൾ യേശുവിനോട് ഒരുമിച്ച് പാർത്തതായിട്ടുള്ള ശിഷ്യന്മാർ പറയുന്ന ചില വാചകങ്ങളുണ്ട്. 41-ാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. 45-ാം വാക്യത്തിൽ പറയുന്നു, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടു. 49-ാം വാക്യത്തിൽ യേശുവിനോട് സംസാരിക്കുമ്പോൾ ഈ ശിഷ്യന്മാർ പറയുന്നു, റബ്ബി, നീ ദൈവപുത്രൻ, ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനെ കുറിച്ച് കേട്ട് അനുധാവനം ചെയ്തതായിട്ടുള്ള ഈ 2 പേർ, അവർ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞിട്ട് ഏറ്റുപറയുകയാണ്, നീ മശിഹായാണ്, ക്രിസ്തുവാണ്. കൺവെൻഷനിൽ എന്ത് സംഭവിക്കണം? അധ്യക്ഷ പ്രസംഗത്തിൽ തിരുമേനി ഓർമ്മിപ്പിച്ചു, ക്രിസ്തു ബോധ്യത്തിലേക്ക് വളരുന്നതാണ് കൺവെൻഷൻ്റെ ആവശ്യം. ഏത് കാരണത്താലെങ്കിലും ഈ പന്തലിൽ വന്നുപെട്ടിരിക്കുന്നവർ, പ്രിയരെ, വചന കേൾവി ക്രിസ്തു ബോധ്യത്തിൽ നിങ്ങളെ ഉറപ്പിക്കുന്നതായിരിക്കണം, ദർശനമുള്ളവരായിരിക്കണം. ഉൾക്കാഴ്ചയോടുകൂടി മടങ്ങുവാൻ ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. ഇന്ന് പലപ്പോഴും കേവലം അന്വേഷണത്തിൽ അവസാനിപ്പിക്കുന്നതാണ് ശിഷ്യത്വം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മളുടെ അന്വേഷണം വൃഥാവാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ക്രിസ്തുവിനെ കുറച്ചുകൂടി പിടുത്തമുള്ളവരായിട്ട് മടങ്ങണം. ഇന്ന് പലപ്പോഴും ഇതൊഴികെ ബാക്കിയെല്ലാം നടക്കുന്നുണ്ട്. എത്രയോ കൺവെൻഷനുകളാണ്. തുലാവർഷം പെയ്തൊഴിയുന്നതോടുകൂടി കൺവെൻഷൻ്റെ കാലം കേരളത്തിൽ ആരംഭിക്കുകയാണ്. ഇന്ന് ഓൺലൈൻ മാധ്യമം തുറന്നാൽ ഏത് കൺവെൻഷനും കേൾക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ് വിശ്വാസികൾ. എല്ലായിടങ്ങളിലും കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സാഹചര്യം. ഈ കൺവെൻഷൻ വ്യക്തിപരമായ തലത്തിൽ യേശു ആരെന്നുള്ള ബോധ്യത്തിലേക്ക് നയിക്കുമ്പോഴാണ് ക്രിസ്താന്വേഷണവും
വചന കേൾവിയും അർത്ഥവത്തായിട്ട് തീരുന്നത്. ഈ രണ്ടുപേർ പറയുന്നു, അവനാണ് ക്രിസ്തു, അവനാണ് രക്ഷകൻ, അവനാണ് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇന്ന് പ്രോഗ്രാമുകളുടെ അതിപ്രസരമാണ്. എല്ലാം ആഘോഷിച്ചങ്ങ് അവസാനിപ്പിക്കുകയാണ്. ക്രിസ്തുമസ് വന്നാലും, ഈസ്റ്റർ വന്നാലും, കൺവെൻഷൻ വന്നാലും, പെരുന്നാളുകൾ വന്നാലും, ജൂബിലി വന്നാലും ഇന്ന് മെഗാ ഈവൻസ് ആണ്. പരസ്യവാചകങ്ങളുണ്ട്, പ്രൊമോ വീഡിയോ കൊണ്ട്, കൂറ്റൻ ഫ്ലക്സുകളുണ്ട്, കട്ടൗട്ടുകളുണ്ട്. ഇവയുടെ എല്ലാം മധ്യത്തിൽ അകക്കാമ്പ് നഷ്ടപ്പെടുന്നത് അപകടകരമായിട്ടുള്ള സംഗതിയാണ്. കരിമരുന്ന് പ്രയോഗം പോലെയാണ്. ടപ്പ് 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 എന്നങ്ങ് പൊട്ടുകയാണ്. എല്ലാം കഴിയുന്ന അവസരത്തിൽ കരിയും പുകയും മാത്രം, ചാരം മാത്രം അവശേഷിക്കുന്നു. നത്തിങ് ടു ടേക്ക് അവേ, നത്തിങ് ടു ടേക്ക് അവേ. എന്തെങ്കിലും ഒന്ന് കരുതിക്കൊണ്ടുപോകാൻ ഇല്ലാത്ത വിധത്തിൽ മേളകളായിട്ട് മാറുന്നത് അപകടകരമായിട്ടുള്ള സംഗതിയാണ്. പണ്ട് കൺവെൻഷൻ യോഗങ്ങൾക്ക് വിദ്യാർത്ഥിയായിരുന്ന അവസരത്തിൽ സംബന്ധിച്ചത് ഓർക്കുന്നു. പന്തലിട്ട് നടക്കുന്ന കൺവെൻഷനുകളിൽ തറയിലിരുന്ന് മുൻപിൽ വന്നിരുന്ന് കൺവെൻഷൻ കേൾക്കും. പ്രസംഗിക്കുന്ന ഉപദേശിയോ അച്ഛനോ മുഖത്തേക്ക് നോക്കി വിരൽ ചൂണ്ടിയിട്ട് ചോദിക്കും, എടാ നീ രക്ഷിക്കപ്പെട്ടോ? യേശു നിനക്കാരാ? അതിനുശേഷം ഒരു നിശബ്ദതയാണ്. ഉപദേശിയുടെ ഈ ചോദ്യം കഴിഞ്ഞ് ഈ നിശബ്ദത കേട്ടാൽ തോന്നും, ഇനി ഞാൻ മറുപടി പറഞ്ഞെങ്കിലേ ഉപദേശിക്ക് ഇനി പ്രസംഗിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്ത. പ്രിയരെ, ഇന്നത്തെ പാപ്പരത്വം നമുക്ക് ചോദ്യങ്ങളില്ല, യേശു ആരെന്നുള്ള ചോദ്യങ്ങളില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പാപ്പരത്വം. അതുകൊണ്ട് തന്നെ നമുക്ക് അന്വേഷണങ്ങളില്ല, കണ്ടുമുട്ടലുകളില്ല, ഏറ്റുപറച്ചിലുകളില്ല. ജീവിതത്തിൽ ഇതൊന്നും തന്നെ വഴിത്തിരിവാകാത്തതായിട്ടുള്ള സാഹചര്യമാണ്. ഇന്ന് ആരംഭിക്കുകയാണല്ലോ ഭദ്രാസന കൺവെൻഷൻ. 5 നാൾ കഴിയുന്ന അവസരത്തിൽ ക്രിസ്തുബോധ്യത്തിൽ ഒരു പടി കൂടി ഉയരുവാൻ ഈ കൺവെൻഷൻ മുഖാന്തരമായി തീരണം. തലമുറകളോട് ചോദിക്കണം, അമ്മയപ്പന്മാരെ മക്കളോട് ചോദിക്കണം, യേശു ആര്? സൺഡേ സ്കൂൾ അധ്യാപകരെ നിങ്ങൾ വിദ്യാർത്ഥികളോട് ചോദിക്കണം, യുവജനങ്ങളോട് ചോദിക്കണം, യേശു ആര്? ഏതാണ്ട് ഒരു മെഗാ സീരിയലിലെ വില്ലനെ പോലെയോ മെയിൻ ക്യാരക്ടറെ പോലെയോ യേശുവിനെ കണ്ട് ആരാധനകളിൽ കയറി ഇറങ്ങുന്ന യുവജനങ്ങൾ വർദ്ധിക്കുന്നതായിട്ടുള്ള കാലഘട്ടമാണ്. ക്രിസ്തുവിനെ കുറെ കൂടി വ്യക്തതയോടെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന പരിസരങ്ങൾ നമ്മുടെ ആലയങ്ങളിലും ആരാധനകളിലും കൺവെൻഷനുകളിലും ഭവനങ്ങളിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വീടുകൾ അത്തരത്തിൽ രൂപപ്പെടുവാനായിട്ട് ഇടയാകണം. യേശുവുള്ള ഭവനങ്ങളായി, ക്രിസ്തു ശോഭ നഷ്ടപ്പെടാത്ത ഭവനങ്ങളായി മാറുന്ന അവസരത്തിൽ തലമുറകൾ ക്രിസ്തു ബോധ്യത്തിൽ വളരുവാൻ ഇടയാകും. വീട്ടിലെ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ശരീരഭാഷകൾ, ഇതെല്ലാം ക്രിസ്തു ബോധ്യത്തിൽ നമുക്കും മറ്റുള്ളവർക്കും ഉറയ്ക്കുന്നതിന് മുഖാന്തരമായി തീരണം. യേശുവുള്ള ഭവനങ്ങളാവണം നമ്മുടെ ഭവനങ്ങൾ. തിരുമേനി യുവജനങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചതിനെ കുറിച്ച് ആമുഖ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. യേശുവുള്ള ഭവനങ്ങളായിട്ട് മാറണം. കഫർന്നഹൂമിലെ ഭവനത്തിൽ യേശു ഉണ്ടായിരുന്നു, ബഥാനിയയിലെ ഭവനത്തിൽ യേശു ഉണ്ടായിരുന്നു. മറിയ സ്വച്ഛജടം മാംസ തൈലം കൊണ്ട് യേശുവിനെ അഭിഷേകം ചെയ്യുന്നതായിട്ടുള്ള വിവരണം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലുണ്ട്. അതിൻ്റെ 3-ാം വാക്യത്തിൽ ഒരു വാചകം ഇപ്രകാരമുണ്ട്: The house was filled with the fragrance of the oil. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ക്രിസ്തു സൗരഭ്യത്താൽ വീടുകൾ നിറയണം. അപ്പോൾ ക്രിസ്തു ബോധ്യത്തിൽ നാമും നമ്മുടെ തലമുറയും ഉറയ്ക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ബിഷപ്പ് കാർലിൻ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇപ്രകാരമുണ്ട്: Blessed is the boy or girl who has a house where God has an altar. ദൈവത്തിന് അൾത്താരയുള്ള ഭവനത്തിലെ ഏത് തലമുറയും അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ്. തിരുമേനി ചോദിച്ചല്ലോ, വേദപുസ്തക പാരായണമുണ്ടോ? കുടുംബ പ്രാർത്ഥനയുണ്ടോ? വീട്ടിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അവസരങ്ങളുണ്ടോ? ക്രിസ്തുബോധ്യത്തിൽ തലമുറ ഉറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പന്മാരെ, അമ്മമാരെ, അതിനനുകൂലമായ പരിസരങ്ങൾ
നമ്മുടെ ഭവനങ്ങളിൽ, നമ്മളുടെ ഇടങ്ങളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. ആ ഒരു ബോധ്യത്തിൽ വളരുമ്പോഴാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. അനശ്വരമായ നിരവധി ഗാനങ്ങൾ ക്രൈസ്തവ ഗാന കൈരളിക്ക് സമ്മാനിച്ച ഒരു വന്യ വൈദിക ശ്രേഷ്ഠനാണ് റവറൻ TJ ആൻഡ്രൂസ് അച്ഛൻ. നമുക്ക് പരിചിതമായ നാം പാടുന്ന അനവധി ഗാനങ്ങൾ അച്ഛൻ രചിച്ചിട്ടുണ്ട്. 1871 കോട്ടയത്തിനടുത്ത് മൂലേടം എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച് CMS സ്കൂളിലും CMS കോളേജിലും ഉന്നതമായ നിലയിൽ മെട്രിക്കുലേഷൻ പാസ്സായി അസാധാരണമായിട്ടുള്ള മികവും സ്വഭാവ ശ്രേഷ്ഠതയും കണ്ട് ഒരു ബ്രിട്ടീഷുകാരൻ തൻ്റെ കമ്പനിയിൽ 100 രൂപ ശമ്പളത്തിൽ അച്ഛനെ നിയോഗിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛനത് നിരസിച്ചു. പ്രതിമാസം 9 രൂപ വേതനം കിട്ടുന്ന വിദേശ മിഷണറിമാരെ മലയാളം പഠിപ്പിക്കുന്ന മുൻഷിയായി അച്ഛൻ ജോലി ചെയ്തു. മലയാളം പഠിച്ച വിദേശ മിഷണറിമാർ അനേകരെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തുന്നതിൽ ഭൗതിക നന്മയേക്കാൾ ഉപരിയായ സന്തോഷം കണ്ടെത്തുവാൻ ഈ TJ ആൻഡ്രൂസ് അച്ഛന് സാധിച്ചു. അച്ഛൻ 1906 ഒരു ഡീക്കനായി, 1909 വൈദികനായി, 1935 വരെ ഒരു മിഷണറി പട്ടക്കാരനായി വിവിധയിടങ്ങളിൽ ശുശ്രൂഷ നിർവഹിച്ചു. കൂടുതലും മുതുവാൻ സമൂഹത്തിൻ്റെ ഇടയിലാണ് അച്ഛൻ പ്രവർത്തിച്ചത്. വിശ്വാസപരമായിട്ടുള്ള വളർച്ചയ്ക്കും അവരുടെ സാമൂഹ്യ പുരോഗതിക്കും അച്ഛനാലാവോളം അധ്വാനിച്ചിട്ടുണ്ട്. കർത്താവിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തതായിട്ടുള്ള ഈ വൈദിക ശ്രേഷ്ഠൻ കാലാന്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കുറഞ്ഞു തുടങ്ങി. പീരുമേട്ടിലെ നിയോഗത്തിന് ശേഷം തളർവാദ രോഗം ഈ അച്ഛനെ പിടിപെടുകയാണ്. ശരീരം ക്ഷീണിച്ചു, ദേഹം ക്ഷയിച്ചു തുടങ്ങി. നിരാശയുടെ അനുഭവം തൻ്റെ ജീവിതത്തെ കാർന്നു നിന്ന് തിന്നുവാൻ സാധ്യതയുള്ളതായ സാഹചര്യം. എന്നാൽ താൻ അനുഭവിച്ച ക്രിസ്തുബോധ്യം ഇവയുടെ മധ്യത്തിലൊന്നും ഈ അച്ഛനെ തളർത്തിയില്ല. അദ്ദേഹം പ്രത്യാശ നിർഭരനായിട്ട് മാറുകയാണ്. രോഗാവസ്ഥയിൽ ആൻഡ്രൂസ് അച്ഛൻ എഴുതിയ പാട്ടാണ് യേശുവൻ അടിസ്ഥാനം, ആശ അവനിലത്രേ. അച്ഛൻ ആ പാട്ടിൽ എഴുതുന്നു, രോഗം എന്നെ പിടിച്ചാൽ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ. ക്രിസ്തു ബോധ്യത്തിൽ അടിയുറയ്ക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൻ്റെ വൈതരണികളിൽ, പ്രതിസന്ധികളിൽ പതറാതെ നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ ഇടം നൽകുന്ന രണ്ടാമത്തെ പ്രത്യേകത ക്രിസ്തു ബോധ്യത്തിൽ വളരുന്ന, ക്രിസ്തു ബോധ്യത്തിൽ തിരിച്ചറിവിനെ നൽകുന്ന ഇടമാണ്. 3, ക്രിസ്തുവിൻ്റെ ഇടത്തിൻ്റെ പ്രത്യേകത ഇത് രൂപാന്തരത്തിൻ്റെ ഇടമാണ്. ദിസ് ഈസ് എ സ്പേസ് ഓഫ് ട്രാൻസ്ഫർമേഷൻ. ഈ ശിഷ്യന്മാരെ രൂപാന്തരപ്പെടുത്തുകയാണ്. അന്വേഷകരായിട്ടാണ് യാത്ര ആരംഭിച്ചത്, എന്നാൽ അവർ ശിഷ്യരായിട്ട് മടങ്ങുകയാണ്. വാക്കുകളിലെ പരിണാമമല്ല, ആളത്വത്തിലെ മാറ്റമാണ് ശിഷ്യത്വം. കേവലം പേരിലെ പരിണാമമല്ല, ആളത്വത്തിലെ മാറ്റമാണ് ശിഷ്യത്വം. യേശുവിനോടൊപ്പമുള്ള വാസം അവരെ രൂപാന്തരപ്പെടുത്തി. അവരുടെ യാത്രകൾ, മുൻഗണനകൾ, ലക്ഷ്യബോധം, എ ന്യൂ ഔട്ട്ലുക്ക്. അവർ ശിഷ്യത്വത്തിൽ വളരുകയാണ്. എവിടെ വരെയാണ്? ക്രൂശോളം അല്ല, ജീവിതാവസാനത്തോളം. തലകീഴായി ക്രൂശിക്കപ്പെടുന്ന ജീവിതാനുഭവത്തിലും തെല്ലും പതറാതെ നിൽക്കത്തക്ക രീതിയിൽ അവർ രൂപാന്തരത്തിൻ്റെ അനുഭവക്കാരായിട്ട് മാറുകയാണ്. പ്രിയരെ, യേശു തൊട്ടവരും, യേശുവിനെ തൊട്ടവരും രൂപാന്തരപ്പെട്ടു. കൺവെൻഷൻ കണ്ടും കേട്ടും മടങ്ങുന്നതിനുള്ള അവസരമല്ല. വചനം ആവശ്യപ്പെടുന്ന രൂപാന്തരത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ മനസ്സുള്ളവരാകുമ്പോഴാണ് ഈ യാത്ര, ഈ അന്വേഷണം അനുഗ്രഹത്തിൻ്റെതായിട്ട് മാറുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രത്യേകത മാറ്റത്തിനുള്ള വിമുഖതയാണ്. മാറ്റത്തിനുള്ള വിമുഖത. ഇന്ന് ശീലങ്ങളുടെ തടവറയിലാണ് നാം എല്ലാവരും. നമുക്ക് ചില ശീലങ്ങളുണ്ട്, ചില പതിവുകളുണ്ട്. കൺവെൻഷൻ കേൾക്കുമ്പോൾ തീരുമാനമെടുക്കുമെന്നാൽ മടങ്ങി ഭവനങ്ങളിലേക്കും പ്രവർത്തന മേഖലകളിലേക്കും ചെല്ലുമ്പോൾ
നമ്മിൽ ആഴത്തിൽ വേരോടിയ ശീലങ്ങളുടെ പിടിയിൽ നാം വീണ്ടും വീണു പോകുന്നതായിട്ടുള്ള സാഹചര്യം. ഒരിക്കൽ 2 കള്ളന്മാർ അടുത്ത് നടത്തേണ്ട മോഷണത്തെക്കുറിച്ച് അവരെല്ലാം ആസൂത്രണം ചെയ്തു. അടുത്ത ദിവസമാണ് ഇത് നടപ്പിലാക്കേണ്ടത്. അവർ പറഞ്ഞൊത്തു, ഒന്നാമൻ വേണം പൂട്ടുപൊളിക്കാൻ, രണ്ടാമൻ വേണം ആദ്യം ഈ തുറന്നിട്ട വാതിലിലൂടെ അകത്ത് കയറുവാൻ. കൃത്യമായി ആ ദിവസമെത്തി. വൈകുന്നേരം അവരാസൂത്രണം പ്ലാൻ ചെയ്തതായിട്ടുള്ള വീടിൻ്റെ മുന്നിലെത്തി. കുറേ നേരം കഴിഞ്ഞിട്ടും കതക് തുറക്കുന്നില്ല. രണ്ടാമൻ ഒന്നാമനോട് ചോദിച്ചു, എന്തേ നീ കതക് തുറക്കാത്തെ? ചോദിച്ച അവസരത്തിൽ ഒന്നാമൻ പറഞ്ഞു, ഈ കതക് പൂട്ടിയിട്ടില്ല. കാരണം പൂട്ടിയ കതക് പൊളിച്ചു കയറുന്നത് മാത്രമേ ഉള്ളൂ ഈ കള്ളന് ശീലം. പൂട്ടാത്ത കതകിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് ഈ കള്ളൻ. ശീലങ്ങളുടെ തടവറയിലാണ് ഞാനും നിങ്ങളും. പലതും അറിയാതെ അങ്ങ് തുടരുകയാണ്. ചിലപ്പോൾ അറിഞ്ഞാലും തിരുത്താനാകാത്ത സാഹചര്യങ്ങൾ. ശീലങ്ങളെ അതിജീവിക്കുന്നവർക്കും തിരുത്തുന്നവർക്കും മാത്രമേ പ്രയോജനകരമായിട്ട് രൂപാന്തരപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവവചനം ആവശ്യപ്പെടുന്നത് രൂപാന്തരമാണ്, ഒരു പരിവർത്തനമാണ്, ഒരു മാറ്റമാണ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ, ഗാർഹിക പരിസരങ്ങളിൽ, നമ്മുടെ സ്വകാര്യ ഇടങ്ങളിൽ, നമ്മുടെ സൈബർ സ്പേസുകളിൽ ഞാനും നിങ്ങളും ഇന്ന് അകപ്പെട്ടിരിക്കുന്ന ശീലങ്ങളിൽ നിന്ന് പുറത്തു വരത്തക്ക രൂപാന്തരമാണ് ദൈവവചനം ആവശ്യപ്പെടുന്നത്. അന്വേഷകരായി ചെന്ന 2 പേർ യേശുവിനോട് ചേർന്ന് ഇടം പങ്കിട്ട അവസരത്തിൽ അവർ രൂപാന്തരത്തിൻ്റെ, മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആരിലാണ് മാറ്റം ആരംഭിക്കേണ്ടത്? എന്നിലും നിങ്ങളിലുമാണ് മാറ്റം ആരംഭിക്കേണ്ടത്. അവിടെയാണ് ഈ വചന കേൾവി അനുഗ്രഹകരമായിട്ട് മാറുന്നത്. പൗലോസ് പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി, സകലവും പുതുതാക്കുന്നതായിട്ടുള്ള അനുഭവം. അതനുഭവിച്ചറിഞ്ഞ പൗലോസ് പിന്നീട് പറയുന്നുണ്ട്, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവത്രേ ജീവിക്കുന്നത്. ഈ പരിവർത്തനമാണ് യഥാർത്ഥമായിട്ടുള്ള ശിഷ്യത്വം നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രിയരെ, ദൈവവചനം രൂപാന്തരപ്പെടുത്തുന്നതാണ്. ദ ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. മാർത്തോമാ സഭ നവീകരണ സഭയാണല്ലോ. ദൈവവചനാനുസരണം മാറ്റേണ്ടതിനെ മാറ്റുവാൻ, സ്വീകരിക്കേണ്ടവയെ സ്വീകരിപ്പാൻ, പുതുക്കപ്പെടേണ്ടതിനെ പുതുക്കപ്പെടുവാൻ സാധിച്ചതാണ് നവീകരണത്തിലൂടെ സാധ്യമായത്. ആരാധനപരമായും ദൈവശാസ്ത്രപരമായും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശുചീകരണവും നവീകരണവും സാധ്യമായിട്ട് മാറുകയാണ്. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന പരിസരങ്ങളിൽ ശാന്തമായി ധ്യാനിക്കാം. ദൈവമേ, ഏതൊക്കെ മേഖലകളിലാണ് എനിക്കൊരു പരിവർത്തനം ആവശ്യമായിരിക്കുന്നത്? ആ ഒരു പരിവർത്തനത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറുവാനുള്ള ഒരു വിവേകവും വിനയവും ധൈര്യവും എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പാനായിട്ടിടയാകണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. 4-മതായിട്ട് സാക്ഷ്യത്തിൻ്റെ ഇടം. ദിസ് ഈസ് എ സ്പേസ് ഓഫ് വിറ്റ്നസ്. കർത്താവിനോട് ചേർന്ന് ഇടം പങ്കിട്ട് ക്രിസ്തു ശിഷ്യർ മടങ്ങുന്ന അവസരത്തിൽ അവർക്ക് പങ്കിടുവാൻ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. അവർക്ക് പകരുവാൻ ഒരു സാക്ഷ്യ ജീവിതമുണ്ടായിരുന്നു. ക്രിസ്തുവിനോടൊപ്പം പാർത്തവർ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായി പുറപ്പെടുകയാണ്. പ്രിയരെ, കണ്ടുമുട്ടലുകൾ ജീവിതത്തിൽ വഴിത്തിരിവാകണം. വഴിത്തിരിവാകുന്ന അവസരത്തിൽ അത് സാക്ഷ്യത്തിനായിട്ട് ഒരുക്കുവാൻ ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. തൻ്റെ സഹോദരനുമായി യേശുവിനെ പങ്കിടുവാനുള്ള ഒരു സാക്ഷ്യ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ഈ അന്ത്രയോസ്. 41-42 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, അന്ത്രയോസ് തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ആദ്യം ക്രിസ്തുബോധ്യത്തിൽ രൂപാന്തരപ്പെടുന്ന, ജീവിതത്തിൽ മാറ്റം വരുന്ന ഈ അന്ത്രയോസ് ആദ്യം ക്രിസ്തുവിനെ സാക്ഷിക്കുന്നത് തൻ്റെ സഹോദരനായിട്ടുള്ള ശീമോൻ്റെ അടുക്കലാണ്. പേഴ്സണൽ ടെസ്റ്റിമണി ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി. പേഴ്സണൽ ടെസ്റ്റിമണി ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി.
അരികത്തുള്ള സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനം. അരികത്തുള്ള സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനം. ഇന്ന് യാത്ര ചെയ്ത് കടലും കരയും താണ്ടി സാക്ഷ്യം പറയാൻ അനേകരുണ്ട്. നിന്റെ വീട്ടിലെ സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനം. ശമരിയാക്കാരി സ്ത്രീ കിണറ്റിൻ്റെ കരയിൽ വെച്ച് ക്രിസ്തുവിനെ കണ്ടെത്തി മശിഹ എന്ന് തിരിച്ചറിയുന്ന അവസരത്തിൽ കുടം കിണറിൻ്റെ കരയിൽ വെച്ചിട്ട് സുവിശേഷം പറയുന്നു. അവൾ അവളുടെ പട്ടണത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് തൻ്റെ ദേശക്കാരോട് നാട്ടുകാരോട് പറയുന്നു, ഞങ്ങൾ അവനെ കണ്ടെത്തി, അവനാണ് മശിഹ. പേഴ്സണൽ ടെസ്റ്റിമണി ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി. സാധിക്കുമോ? കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങുന്ന അവസരത്തിൽ ഭാര്യ തിരിച്ചറിയണം ഭർത്താവിന് രൂപാന്തരം. ഭർത്താവിന് പറയുവാനൊരു സാക്ഷ്യം ഭാര്യയോട് ഉണ്ടായിരിക്കണം. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അവനെക്കുറിച്ച് പറയുന്നു. അവൻ വസ്ത്രമില്ലാതെ ചങ്ങലകൾ ഉരുമ്മിയൊടിച്ച് സ്വന്തം ശരീരത്തെ ചതച്ച് കല്ലറയിൽ കഴിഞ്ഞതായിട്ടുള്ള മനുഷ്യൻ. യേശുവുമായിട്ടുള്ള ഇടപെടലിൽ അവന് സുബോധം വരുന്നു. വസ്ത്രം ധരിച്ച് യേശുവിനോടുകൂടെ ഇരുന്നു. അതിനുശേഷം അവൻ യേശുവിനോട് പറയുന്നുണ്ട്, ഞാനും വരട്ടെ നിന്റെ കൂടെ. യേശു പറയുന്നതായിട്ടുള്ള മറുപടി വളരെ ശ്രദ്ധേയമാണ്. നിന്റെ വീട്ടിൽ നീ തിരിച്ച് നിനക്കുള്ളവരുടെ അടുക്കൽ പോയിട്ട് പറയണം, കർത്താവ് നിനക്ക് ചെയ്തതും നിനക്ക് കരുണ കാണിച്ചതും അവരോട് പ്രസ്താവിക്കാൻ ആവശ്യപ്പെടുകയാണ്. പ്രിയരെ, നമ്മളുടെ ഇമ്മീഡിയറ്റ് പരിസരങ്ങളിൽ സാക്ഷ്യത്തെ പകരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സക്കായി അത്തിവൃക്ഷത്തിലിരുന്ന് യേശുവിനെ കണ്ടു. ക്രിസ്തു പറയുന്നു, നീ വേഗം ഇറങ്ങി വാ. ക്രിസ്തുവിനെയും കൂട്ടി സക്കായി പോകുന്നത് ആദ്യം അവൻ്റെ വീട്ടിലേക്കാണ്. ആദ്യത്തെ ഏറ്റുപറച്ചിൽ സക്കായിയുടെ വീട്ടിനുള്ളിലാണ് നടക്കുന്നത്. ആദ്യത്തെ മാനസാന്തരത്തിൻ്റെ പ്രഘോഷണം തെരുവിലല്ല, അത്തിമൂട്ടിലല്ല, സക്കായിയുടെ വീട്ടിലാണ് പ്രിയരെ ആദ്യത്തെ ഏറ്റുപറച്ചിലും മാനസാന്തരവും സാധ്യമാകുന്നത്. ഇന്ന് നമുക്ക് വീട്ടിൽ മാനസാന്തരം വേണ്ട ഒത്തിരി ഇടങ്ങളുണ്ട്. നമ്മളുടെ ഊട്ടുമേശയിൽ മാനസാന്തരം വേണ്ട ഇടങ്ങളുണ്ട്. നമ്മളുടെ കിടപ്പ് മുറിയിൽ മാനസാന്തരം വേണ്ട ഇടങ്ങളുണ്ടെങ്കിൽ അതിനെ മാനസാന്തരം സ്വീകരിപ്പാനായിട്ട് സാധിക്കണം. രഹസ്യ ഇടങ്ങൾ, സൈബർ ഇടങ്ങൾ. മാറ്റം എവിടെയാണ് ഇന്ന് ആവശ്യം? നമ്മളുടെ പരിസരങ്ങളിൽ സാക്ഷ്യത്തെ പകരുവാനായിട്ട് സാധിക്കണം. അവൻ പറയുന്നു, ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതിനെ വിന്യസിച്ച് എഴുതിയത് വായിച്ചത് പ്രകാരമാണ്. കാഴ്ച പ്ലസ് ആയിത്തീരലാണ് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. കാഴ്ചയുണ്ടെന്ന്, കേൾവിയുണ്ടെന്ന് ആയിത്തീരൽ നഷ്ടപ്പെടുന്നതാണ് ആത്മീകതയിലെ പാപ്പരത്വം. ക്രിസ്തു ബോധ്യത്തിൽ, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ആയിത്തീരുന്ന ഒരു പ്രക്രിയയിലാണ് യേശുവിനെ സാക്ഷിപ്പാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ മിഷൻ? നോർത്ത് അമേരിക്ക ഭദ്രാസനത്തിൽ മിഷൻ മേഖല 3 ഇടങ്ങളിലാണ്, 3 തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യ മിഷനുണ്ട്, നാട്ടിലുള്ള മിഷൻ ഫീൽഡുകളെ ശക്തീകരിക്കുന്ന ഒരു പ്രവർത്തനം. മറ്റൊന്ന് മെക്സിക്കോ മിഷനാണ്. അഭിവന്യ കൂർലോസ് തിരുമേനിയാണ് അത് ആരംഭിച്ചത്. പിന്നീട് അതിനെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി മുന്നോട്ട് നയിച്ചത് അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനിയാണ്. ഇത് രണ്ടും കൂടാതെ മറ്റൊരു മിഷനുണ്ട്. അതിൻ്റെ പേര് നെയ്ബർഹുഡ് മിഷൻ എന്ന പേരാണ്. പ്രത്യേകിച്ച് അലബാമ സ്റ്റേറ്റിൽ നേറ്റീവ് അമേരിക്കൻസിൻ്റെ ഇടയ്ക്ക് സാധ്യമാകുന്ന ഒരു നെയ്ബർഹുഡ് മിഷൻ. ആ പേര് വളരെ ശ്രദ്ധേയമാണ്, വളരെ ഹൃദ്യമാണ്. എവിടെയാണ് മിഷൻ വേണ്ടത്? വീട്ടിലും അയൽപക്കങ്ങളിലും അയലിടങ്ങളിൽ. എ നെയ്ബർഹുഡ് മിഷൻ. ഇന്നത് സാധ്യമാകുവാനായിട്ട് ഇടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ഈ 2 ശിഷ്യന്മാർക്ക് പങ്കിടുവാനൊരു സാക്ഷ്യമുണ്ട്, പങ്കിടുവാനൊരു സുവിശേഷമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ആ ഓർഡർ വളരെ കൃത്യമാണ്. യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ദേശത്തിൻ്റെ അറ്റത്തോളം, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവീൻ. ബി മൈ വിറ്റ്നസ്.
സാക്ഷ്യം നഷ്ടപ്പെടുന്നത് ശിഷ്യത്വത്തിൽ അപകടകരമാണ്. അത് വളരെ പാപ്പരത്വമാണ്. പ്രിയരെ, വൈരുദ്ധ്യങ്ങളുടെ മധ്യത്തിലാണ് ഇന്ന് നമ്മുടെ ജീവിതം. ആത്മീയരെന്ന് ഒരു വശത്ത് അഭിമാനിക്കുമ്പോൾ തന്നെ ആത്മീയതയ്ക്ക് ആനുപാതികമല്ലാത്ത ജീവിതം വർദ്ധിക്കുന്നുണ്ട്. പ്രസംഗിക്കുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. നിയോഗവും പ്രയോഗവും തമ്മിലുള്ള അന്തരമാണ് ഇന്ന് സുവിശേഷത്തെ ലോകത്തിൻ്റെ മുൻപിൽ ദുർബലമാക്കുന്നത്. പഴയ നിയമത്തിൽ യോനയോട് പറഞ്ഞു, നിനവയ്ക്ക് പോകണം. കൺവീനിയൻസ് അനുസരിച്ച് തർശീസിന് കപ്പൽ കയറുകയാണ്. പ്രിയരെ, എനിത്തിങ് കൺവീനിയന്റ് ഈസ് നോട്ട് ഡിവൈൻ വിൽ, എനിത്തിങ് പ്രോഫിറ്റബിൾ ഈസ് നോട്ട് ഡിവൈൻ വിൽ. ദൈവത്തിൻ്റെ ഹിതത്തിന് മനസ്സൊരുക്കുമ്പോഴാണ് സാക്ഷ്യവും ദൗത്യവും അനുഗ്രഹമായിട്ട് തീരുന്നത്. ലോകത്തിൽ സഭയുടെ സാക്ഷ്യം നഷ്ടപ്പെടരുത്. അധികാരത്തിൻ്റെ പേരിൽ, സ്വത്തിൻ്റെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ, വ്യത്യസ്തതകളുടെ പേരിൽ തർക്കവിതർക്കങ്ങളും കോടതി വ്യവഹാരങ്ങളും സാക്ഷ്യത്തെ ഇന്ന് നഷ്ടപ്പെടുത്തുകയാണ്. അടിച്ചു നേടേണ്ടതല്ല, വെട്ടിപ്പിടിക്കേണ്ടതല്ല, വില നൽകി വീണ്ടെടുക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യേണ്ടതാണ് ക്രിസ്തു മാർഗം. ഇന്ന് സാക്ഷ്യത്തിൻ്റെ മേഖലകൾ വല്ലാതെ മാറുന്നുണ്ട്. ആഫ്രിക്കൻ മേഖലയിൽ പ്രവർത്തിച്ച 2 സുവിശേഷ പ്രവർത്തകർ അവരുടെ അനുഭവം പങ്കുവച്ച ഒരു കുറിപ്പുണ്ട്. ദീർഘമായിട്ടുള്ള യാത്ര, ക്ലേശകരമായിട്ടുള്ള ജീവിതം, ചിലപ്പോൾ ഭക്ഷണങ്ങളില്ല, ആവശ്യത്തിന് പാനീയമില്ല, അലച്ചിലോടെ അലച്ചിൽ, വിശപ്പും ദാഹവും ക്ഷീണവും ഏറ്റ് പ്രവർത്തനം നടത്തുന്നതായിട്ടുള്ള സാഹചര്യം. ഒരു ദിവസത്തെ ദീർഘമായിട്ടുള്ള യാത്രയിൽ മധ്യാഹ്ന സമയത്ത് റോഡിൻ്റെ വശത്തുള്ള ഒരു പീടികയിൽ ഒരു ബോർഡ് അവർ വായിച്ചു, ചൂടുപാൽ വിൽക്കാനുണ്ട്. ഏറെ താല്പര്യത്തോടുകൂടി എന്തെങ്കിലും വാങ്ങിക്കുടിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ഈ കടയിലേക്ക് കയറുകയാണ്. അവിടെ നിന്ന മനുഷ്യനോട് പറഞ്ഞു, ഞങ്ങൾക്ക് 2 ഗ്ലാസ് പാല് ആവശ്യമുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്, ഇത് പാല് വിൽക്കുന്ന കടയല്ല, പരസ്യ ബോർഡ് എഴുതുന്നതായിട്ടുള്ള കടയാണ്. അങ്ങപ്പുറയുള്ള അങ്ങാടിക്ക് വേണ്ടി എഴുതിയ പരസ്യ ബോർഡ് ഉണങ്ങാനിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്, ചൂടുപാൽ വിൽക്കാനുണ്ട്. വായിക്കുന്നവരിൽ ആകാംക്ഷയുണർത്തുന്ന, പ്രതീക്ഷ നൽകുന്ന ചില പരസ്യ ബോർഡുകൾ. ലോകത്തിൻ്റെ പ്രതീക്ഷയാണ് സഭ. വളരെ പ്രതീക്ഷയോടെ സഭയെ നോക്കുന്നു, ഇടവകകളെ നോക്കുന്നു, വിശ്വാസികളെ നോക്കുന്നു. പരസ്യ ബോർഡുകൾ ധാരാളം. സാക്ഷ്യം നഷ്ടപ്പെട്ടാൽ, ക്രിസ്തുവില്ലാതെ പോയാൽ, കാരം നഷ്ടപ്പെട്ട ഉപ്പ് പോലെ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ജീവിതം സാക്ഷ്യത്തെ ഉളവാക്കിയ ജീവിതമായിരുന്നു. എന്തിനേറെ സഹനം പോലും. മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ 15-ാം അധ്യായം 39-ാം വാക്യം ക്രൂശീകരണത്തിന്റെ രംഗമാണ്. ക്രൂശിനരികെ നിന്ന ശതാധിപൻ, മിലിറ്ററി ഡോക്ടർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. യേശു ക്രൂശിൽ മരിക്കുന്നത് സർട്ടിഫൈ ചെയ്യണം, അതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. ക്രൂശിൽ മരിക്കുന്നത് കണ്ടിട്ട് പറയുന്ന ഒരു വാചകം ഇപ്രകാരമുണ്ട്, ഈ ക്രൂശിൽ മരിച്ചവൻ, അവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു സത്യം. പ്രിയരെ, സഹനം പോലും സാക്ഷ്യത്തിൻ്റെ ഇടമാകണം. വിറ്റ്നസിങ് ഇൻ ദി അൺഎക്സ്പെക്റ്റഡ് എൻവയൺമെൻറ്റ്, തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഇടങ്ങളിൽ നിന്റെ ചേഷ്ട പോലും സാക്ഷ്യത്തെ സാധൂകരിക്കുന്നതാകണം. യേശുവിൻ്റെ ഇടം സാക്ഷ്യത്തിനായിട്ടൊരുക്കിയ ഇടമായിരുന്നു. ആദ്യം ചോദിച്ച ചോദ്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ഈ കൺവെൻഷനിൽ എന്തന്വേഷിക്കുന്നു? 4 കാര്യങ്ങൾ നാം ഒരുമിച്ച് ധ്യാനിച്ചു. തുറവിയുള്ളവരാകണം, തിരിച്ചറിവുള്ളവരാകണം, രൂപാന്തരത്തിലേക്ക് നയിക്കണം, സാക്ഷ്യത്തിനായിട്ട് ഒരുക്കണം.